യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 35-ാം വാക്യം. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടിട്ട് അവൻ്റെ അടുത്ത് എന്ന് യേശു ചോദിച്ചു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. പുറത്താക്കൽ അനുഭവിച്ചതായ ഒരു വ്യക്തിയെക്കുറിച്ച്, അവനെക്കുറിച്ച് കർത്താവ് എത്രമാത്രം ഭാരപ്പെടുന്നു എന്നുള്ളതായ ഒരു സന്ദേശമാണ് ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തരുന്നത്. ഇപ്പോൾ അവൻ ഭിക്ഷക്കാരനല്ല. മുമ്പേ കുരുടനായിരുന്നവൻ ഇപ്പോൾ അവൻ കുരുടനല്ല. ആദ്യം അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടതുപോലെ ഒരു അനുഭവം. ആരുമില്ലാതെ അവൻ ഭിക്ഷയാചിച്ച് കഴിയുവാൻ അവൻ സ്വയം അവനൊരു തൊഴിൽ കണ്ടെത്തി. അവിടെയും പുറത്താക്കൽ അനുഭവിച്ചു. എന്നാൽ ഇപ്പോൾ അവന് സൗഖ്യം കിട്ടിയപ്പോൾ അതിലും വലിയ മെനയായിട്ടത് മാറി. അവനെ സമൂഹത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. അവനെ വേണ്ട. അങ്ങനെ വേണ്ടാത്തവരെ കർത്താവ് സ്വീകരിക്കുവാൻ കാവൽ നിന്നു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടപ്പോൾ അവൻ്റെ അടുത്ത് വീണ്ടും കർത്താവ് വന്നു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അതിനുശേഷം കർത്താവും അവനുമായി നടന്നതായ ആ സംഭാഷണമൊക്കെ നമുക്ക് തിരുവചനത്തിൽ വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ വചനത്തിൽ നിന്ന് അതിൻ്റെ അന്തർലീനമായി കിടക്കുന്ന, അതിൽ ഉൾക്കൊണ്ട് നിൽക്കുന്നതായ ഒരു സന്ദേശം ദൈവം നമുക്ക് തരുന്നുണ്ട്. അതവിടെ എഴുതപ്പെടാത്ത സന്ദേശമാണ്. നമുക്ക് വായിക്കത്തക്കവണ്ണം അത് അക്ഷരങ്ങളിൽ ചേർക്കാത്ത സന്ദേശമാണ്. ആ സന്ദേശം എന്താണ്? ദൈവപ്രവൃത്തിയാൽ മാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ നിന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമൂഹത്തിൽ നിന്നും പുറത്താക്കുവാൻ ഇടയാക്കരുത്. വേറൊരു ഭാഷയിൽ, ദൈവത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അതൊരു കേവലം ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ബന്ധത്തിൽ മാത്രം ഉൾപ്പെട്ട് നിൽക്കുന്നതായ ഒരു വാചകമല്ല. ദൈവവും മനുഷ്യനുമായി ഉള്ളതായ ബന്ധത്തോട് അത് സമീപ്യമർഹിക്കുന്നതായ ഒരു വാചകമാണ്. കാരണം അത്യുന്നതനായ ദൈവം ആദിയിൽ കൽപ്പിച്ച ഒരു പ്രമാണമാണ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ കുരുടനായ മനുഷ്യനെ, ആരുപോലും ഇല്ലാത്തവനെ അവന് സൗഖ്യം കൊടുത്ത് അവന് ആരൊക്കെയോ ഉള്ളതുപോലെ അവനെ ആക്കി തീർത്തൊരു പ്രത്യാശയുള്ളവനാക്കി തീർത്തത് കർത്താവാണ്. മനുഷ്യരുടെ കയ്യിൽ നിന്ന് ലഭിച്ചതായ സൗഖ്യമല്ല. ആ പരീശന്മാരും പള്ളിപ്രമാണികളും തിരിച്ചും മറിച്ചും അവനെ ചോദ്യം ചെയ്തു, നിനക്കെങ്ങനെ സൗഖ്യം കിട്ടി എന്നൊക്കെ ചോദിക്കുന്നു. അവൻ സർവശക്തനായ ദൈവത്തിൻ്റെ ആ നാമത്തെ ഉയർത്തി കാണിക്കുന്തോറും അവൻ ഉൾപ്പെട്ടു നിൽക്കുന്നതായ സമൂഹം അവനെ വെറുക്കുവാൻ തുടങ്ങി. നാം ദൈവത്താൽ മാനിക്കപ്പെടുമ്പോൾ സമൂഹം നമ്മെ തിരസ്കരിക്കും, നമ്മെ അപമാനിക്കും, നമ്മെ നിന്ദിക്കും, നമ്മെ പുറന്തള്ളും. അതെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ സൗഖ്യമാക്കിയതിന് ശേഷം നടന്നു നീങ്ങി അവൻ സൗഖ്യമുള്ളവനായിരിക്കും എന്നുള്ളതായ ഒരു ചിന്തയോടുകൂടെ കടന്നങ്ങ് ദൂരെ നടകൊള്ളുന്നതായ ഒരു കർത്താവല്ല നമ്മെ സൗഖ്യമാക്കിയത്. നിനക്ക് ആ സൗഖ്യത്തിന് ശേഷം നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അത് തിരിച്ചറിഞ്ഞതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നിടവരെയും നിന്നോടൊപ്പം നിൽക്കുന്നതായ ഒരു കർത്താവ്. ഈ കർത്താവിനെ സ്നേഹിപ്പാൻ നമ്മുടെ ഹൃദയം എത്ര വെമ്പൽ കൊള്ളുമെന്നറിയാമോ? നമ്മുടെ വാക്കുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ അന്യമാക്കുന്നത് ആകരുത്. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ നിന്ന് അന്യമാക്കുന്നത് ആകരുത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ അപമാനിക്കത്തക്കതാകരുത് നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ഉപദേശങ്ങൾ, നമ്മുടെ ചട്ടക്കൂടുകൾ, നമ്മുടെ സമൂഹത്തിൻ്റെ വ്യവസ്ഥ, നമ്മുടെ സമൂഹത്തിൻ്റെ ആരാധനാ ശൈലികൾ, ഉപദേശ രൂപങ്ങൾ ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കുന്നതാകരുത്, സംയോജിപ്പിക്കുന്നതാകണം. വീണ്ടും അവനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നതാകണം. കുരുടന്മാരെ സൗഖ്യമാക്കുന്നവൻ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നവൻ, പക്ഷപാതക്കാരെ സൗഖ്യമാക്കുന്നവൻ, ഹൃദയത്തെ ശോധന ചെയ്യുന്നവൻ, അവരുടെ പ്രാർത്ഥന കേട്ട്, അവരുടെ നിലവിളി കേട്ട് ദൈവം അവരോട് കരുണ കാണിക്കുമ്പോൾ, ദൈവം അവരോട് ദയ കാണിക്കുമ്പോൾ, അവരെ കഷ്ടത്തിൽ നിന്ന് വീണ്ടെടുക്കുമ്പോൾ അവൻ്റെ മേളിൽ അസൂയ പൂണ്ട് നിയമങ്ങൾ കൊണ്ടുവരരുത്. പ്രൈസ് ദി ലോർഡ്. അത് കുറ്റാർഹമാണ്. ആര് കുറ്റം വിധിക്കും? കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക അവൻ എന്ത് സംഭവിക്കുന്നുവെന്ന്. ദൈവമാണ് ഒരു മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്നതെങ്കിൽ അവനെ വഴിയരികിൽ നിന്ന് ഭിക്ഷയാചിക്കുന്നവനായി കണ്ട യേശു
കൈക്ക് പിടിച്ച് നീ പോയി നിന്റെ കണ്ണ് വൃത്തിയായി കഴുകുക, ശിലോഹാം കുളത്തിൽ പോയി നീ കഴുകുക എന്ന് പറഞ്ഞ് അവനെ അയച്ചത് കർത്താവാണെങ്കിൽ അവനെ അന്ത്യം വരെയും അവസാനം വരെയും അവനെ ചേർത്ത് പിടിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് ബാധ്യസ്ഥമുണ്ട്. കർത്താവ് അവനോട് പറയുന്നു, നിന്നെ പുറത്താക്കിയോ? യേശു അത് കേട്ടിട്ട് അവന്റെ അടുത്ത് ഓടിച്ചെന്നു. അയ്യോ, സമൂഹം നിന്നെ പുറത്താക്കിയോ? അത് ഞാൻ അറിഞ്ഞു. നീ ആ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവരാജ്യത്തിലെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഒരംഗത്വമായി ദൈവം നിന്നെ കൈക്കൊണ്ടു എന്നുള്ളതായ സന്ദേശം കർത്താവ് അവന് കൈമാറി. അവനോട് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അതൊരു സാധാരണ മനുഷ്യനിൽ വിശ്വസിക്കാവുന്ന പരിധിയിലും അപ്പുറമാണ് ദൈവപുത്രനിൽ വിശ്വസിക്കുക. അവൻ പറയുകയാണ്, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് ഞാൻ സ്നേഹിക്കുമായിരുന്നു. കർത്താവ് അവനോട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്നവൻ ദൈവപുത്രനാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ആ ദൈവ പൈതലേ, അനേക മാനസിക ക്ലേശങ്ങളിൽ അകപ്പെട്ട് സമൂഹത്തിൽ അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട് ആരും നിന്നെ ചേർക്കാതെ നിന്നോട് ഒറ്റപ്പെട്ട് നിന്നെ തള്ളിവിടുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഭാരം നിറഞ്ഞ് കണ്ണുനീരൊഴുക്കുന്നതായ അനുഭവം, നിന്റെ കുടുംബത്തിൽ നിന്ന് നീ ഒറ്റപ്പെട്ട്, ഭാര്യയിൽ നിന്ന് ഒറ്റപ്പെട്ട്, ഭർത്താവിൽ നിന്ന് ഒറ്റപ്പെട്ട്, കുഞ്ഞുങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട്, മാതാപിതാക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട്, സഹോദരങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട്, സകലരും നിന്നെ കൈവിട്ടു എന്നിരിക്കട്ടെ. പക്ഷെങ്കിൽ നിന്നെ തേടിയവൻ, നിന്നെ തൊട്ടവൻ കർത്താവാണ്. ആ കർത്താവിന്റെ തൊടൽ നിമിത്തം നിനക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനയെങ്കിൽ നീ ശ്രദ്ധിച്ചു നോക്കുക. നിന്റെ അടുത്ത് വന്ന് ഒരുവൻ ചോദിക്കും, ദൈവപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ആ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പ്രത്യാശ തരികയാണ്. സാരമില്ല, എൻ്റെ രാജ്യത്തിൽ, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിനക്ക് ഞാൻ അംഗത്വം തരുന്നു. അവിടെ നിനക്ക് ഒരു പുത്രത്വമുണ്ട്, അവിടെ നിനക്കൊരു രാജ്യത്വമുണ്ട്. ആ മഹത്വകരമായ അവസ്ഥ മറ്റൊന്നിനോടും ചേർത്ത് വായിക്കാൻ അത് യോഗ്യതയില്ലാത്തതാണ്. കാരണം ഈ ലോകം തരുന്ന മാനത്തേക്കാൾ, ഈ ലോകം തരുന്നതായ പുകഴ്ചയേക്കാൾ, ഈ ലോകം തരുന്ന അംഗീകാരത്തെക്കാൾ എത്രയോ വലുതാണ് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലെ അംഗത്വം. അതിൽ നാം സന്തോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ടാകും. നമ്മെ ഇന്നലെ വരെയും ഭിക്ഷയാചിക്കുന്നവരായി കണ്ടവർ ഇന്ന് അവരുടെ വാക്കുകൾ മാറ്റി ഇന്നലെ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവൻ എന്ന് നിന്നെ പേർ വിളിക്കും. കർത്താവ് തരുന്ന സൗഖ്യം നമ്മുടെ പേരിനെ മാറ്റും. നീ ഒരു ക്യാൻസർ രോഗിയാണെങ്കിൽ യേശു നിന്നെ സന്ദർശിക്കുമ്പോൾ നിന്റെ പേര് മാറ്റി ക്യാൻസർ രോഗിയായിരുന്നവൻ എന്ന് നിന്നെ വിളിക്കും. നീ ഒരു പക്ഷപാതക്കാരനായിരുന്നു, എന്നാൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കിയെങ്കിൽ നിന്നെ വിളിക്കുന്നവൻ പക്ഷപാത രോഗി എന്നല്ല, പിന്നെ നിന്നെ വിളിക്കുന്നത് പക്ഷപാത രോഗിയായിരുന്നവൻ. ഇപ്പോൾ നീ കാഴ്ചയുള്ളവനാണ്. നീ ഇന്നലെ വരെ കുരുടനായിരുന്നു, എന്നാൽ ഇന്ന് നീ കാഴ്ചയുള്ളവനാണ്. എന്നാൽ ഈ കാഴ്ചയ്ക്കൊപ്പം നിനക്ക് ഈ ലോകം തന്ന സമ്മാനം നിന്നെ പുറത്താക്കലാണ്. റിജക്റ്റഡ് പേഴ്സൺ. വി ഡോണ്ട് വാണ്ട് യു ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ മിസ്റ്റ്. നോ, വി ഡോണ്ട് അക്സെപ്റ്റ് യു. എന്നാൽ കർത്താവിന്റെ അങ്ങേപ്പുറത്ത് നിന്ന് പറയുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവപുത്രൻ നിന്നെ അംഗീകരിക്കുന്നു. മകനെ, മകളെ, ദൈവപുത്രൻ നിന്നെ കൈക്കൊള്ളുന്നു, ദൈവപുത്രൻ നിന്നെ സ്വീകരിക്കുന്നു, ദൈവപുത്രൻ നിന്നെ ചുംബിക്കുന്നു, ദൈവപുത്രൻ നിന്നെ ആലിംഗനം ചെയ്യുന്നു. ഇതിൽ വലിയതായ ഭാഗ്യം എന്തുണ്ട്? ഈ ലോകത്തിൽ മനുഷ്യരെന്തെല്ലാം തിരസ്കരണം നിന്റെ ജീവിതത്തിൽ തന്നിരുന്നാലും ശരി, നിന്റെ വിശ്വാസം ഹേതുവാൽ, ആ ദൈവപുത്രനിലെ വിശ്വാസം ഹേതുവാൽ നീ എന്നും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനായിത്തീരുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ സമൂഹം, നിന്റെ തലമുറകൾ, അവരുടെ ജീവിതത്തിലും ഇതേ അനുഭവം തന്നെ ഉണ്ടാകും. എത്ര കുഞ്ഞുങ്ങൾ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട്, ഭാര്യമാരാൽ ഉപേക്ഷിക്കപ്പെട്ട്, ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട്, എത്രയോ പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെട്ട് സമൂഹത്തിൽ മനോവ്യഥം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നിന്റെ പേര് മാറ്റി, നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി, നിന്നെ ദൈവത്തോടു കൂടെയുള്ള അംഗത്വമുള്ളവനാക്കി തീർക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുവാൻ, അവനെ കാണുവാൻ, അവന്റെ മുഖത്തെ കാണുവാൻ, അവന്റെ ശബ്ദം കേൾക്കുവാൻ ഈ പ്രഭാതത്തിൽ നിന്റെ കാതുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കണ്ണുകൾ പ്രകാശിപ്പിടുന്നുണ്ടെങ്കിൽ, അവനെ കണ്ടവൻ, അവനെ വിശ്വസിക്കുന്നവനെന്ന് നിന്റെ നാവ് കൊണ്ട് ഏറ്റു പറയുന്നവനെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു വ്യതിയാനം ഉണ്ടാകും. നിന്റെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം ഉണ്ടാകും. നീ മുമ്പേ ഇന്നലെ വരെ അറിഞ്ഞവനെ പോലെയല്ല. നീ ഏതോ ഒരു വലിയ കുടുംബത്തിൽ അംഗത്വമുള്ളവനായി, പ്രകാശമുള്ളവനായി, തേജസ്സുള്ളവനായി,
നിന്റെ ജീവിതത്തിൽ എന്നും ആ ദൈവപുത്രനോട് സംസാരിക്കുവാനുള്ള അവകാശമുള്ളവനായി തീരുവാൻ ദൈവം നിനക്ക് ഭാഗ്യം തരുന്നു. ആ ഭാഗ്യത്തെ അനുഭവിക്കാൻ ഈ പ്രഭാതത്തിൽ ദൈവം നിനക്ക് സഹായിക്കുമാറാകട്ടെ. നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.